അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നാം പഠിക്കുവാൻ തുടങ്ങുന്നത് 111 സങ്കീർത്തനമാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 111 സങ്കീർത്തനം. 111 സങ്കീർത്തനം 4 വാക്യത്തിൽ അവൻ തൻ്റെ അത്ഭുതങ്ങൾക്കൊരു ജ്ഞാപകം ഒരുക്കിയിരിക്കുന്നു. യഹോവ കൃപയും കരുണയും ഉള്ളവൻ തന്നെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 2002 പ്രസിദ്ധീകരിച്ച MSG അഥവാ ദ മെസ്സേജ് എന്ന ബൈബിൾ തർജ്ജിമയിൽ ഈ വാക്യം എഴുതിയിരിക്കുന്നത് ഹിസ് മിറക്കിൾസ് ആർ ഹിസ് മെമ്മോറിയൽ, ദിസ് ഗോഡ് ഓഫ് ഗ്രേസ്, ദിസ് ഗോഡ് ഓഫ് ലവ് എന്നാണ്. യഹോവയുടെ അഥവാ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ എല്ലാ അത്ഭുതങ്ങളും താൻ സർവശക്തനായ ദൈവമാണെന്ന് സകല മനുഷ്യരും തിരിച്ചറിയുവാനും അവനെ ഓർക്കുവാനും ഉതകുന്നതാണ് എന്ന് സാരം. അപ്രകാരമുള്ള അത്ഭുതങ്ങളാണ് യേശു ചെയ്തിരിക്കുന്നത്. താൻ മിടുക്കനാണെന്ന് തെളിയിക്കുന്നതിനല്ല, പിന്നെയോ ആവശ്യത്തിലിരിക്കുന്ന തൻ്റെ മക്കൾക്ക് ആശ്വാസം പകരുവാനും തൻ്റെ ജനത്തെ അകാരണമായി ഉപദ്രവിക്കുന്നവരിൽ നിന്നും രക്ഷിക്കുവാനും ആവശ്യമായ അത്ഭുതങ്ങളാണ് കർത്താവായ യേശു ക്രിസ്തു പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ചെയ്തിട്ടുള്ളത്. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നുവെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 15 അധ്യായം 24 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. താൻ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ചെയ്ത അത്ഭുതങ്ങൾ താൻ ആരാണെന്ന് തെളിയിക്കുന്നതായിരുന്നു എന്ന് സാരം. യഹോവ കൃപയും കരുണയും ഉള്ളവൻ തന്നെ എന്നാണ് 111 സങ്കീർത്തനം 4 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏത് വ്യക്തി അവൻ്റെ അടുക്കൽ വന്ന് സഹായം ചോദിച്ചാലും നിൻ്റെ പേര് എന്ത് എന്ന് അന്വേഷിച്ചിട്ടല്ല അവൻ സഹായിക്കുന്നത്. സാത്താനോട് മാത്രമാണ് യേശു പേര് ചോദിച്ചിട്ടുള്ളത്. യേശുവിന് സകല മനുഷ്യരും മക്കളാണ്, അതുകൊണ്ട് തന്നെ അവൻ സകലരോടും കരുണ കാണിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 1 അധ്യായം 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ യേശു അഥവാ യഹോവയായ ദൈവം കൃപയും കരുണയും ഉള്ളവനാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഒരു കുഷ്ഠരോഗി തൻ്റെ അതിരം മൂടി താൻ അശുദ്ധനാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കണമെന്ന യഹൂദൻ്റെ ന്യായപ്രമാണം നിലനിൽക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി പറയുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന്. യേശു അത് കേട്ടപ്പോൾ കുഷ്ഠരോഗിയോട് മനസ്സലഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകാ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ കുഷ്ഠം അവനെ വിട്ടു മാറി. അവൻ ശുദ്ധനായി തീർന്നു. കുഷ്ഠരോഗിയായിരുന്ന മനുഷ്യൻ ഉടനെ ദേശത്തെല്ലായിടവും യേശു ചെയ്ത പ്രവൃത്തികളെ ഘോഷിക്കുവാനും പ്രസംഗിക്കുവാനും തുടങ്ങി. അതെ, യേശു കരുണയും കൃപയും ഉള്ളവനാണ്. അവൻ്റെ അടുക്കൽ വരുന്ന ആരെയും അവൻ ഉപേക്ഷിക്കുകയില്ല. ഏത് പ്രതികൂല സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമാക്കി തരുവാനും നാം ഇപ്പോൾ ആയിരിക്കുന്ന കഷ്ടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മോചനം തരുന്നതിനും കുഷ്ഠരോഗി യേശുവിനോട് പറഞ്ഞതുപോലെ നാം ഇപ്പോൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെ നിന്നുകൊണ്ട് യേശുവേ, എന്നെ ഈ പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കുവാൻ നിനക്ക് കഴിയും, എന്നെ രക്ഷിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്ന് പറയാമോ? അതെ, യേശു നമ്മെ സഹായിക്കുന്നവനും നമ്മോട് കരുണ കാണിക്കുന്നവനും നാം അവനെ ഓർക്കുവാൻ തക്കവണ്ണം സൗഖ്യം തരുന്നവനുമാണ്. നമുക്ക് യേശുവിനെ അനുസരിച്ചുകൊണ്ട് അവൻ്റെ അടുക്കൽ ചെല്ലാം. 111 സങ്കീർത്തനം 1 വാക്യത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കണമെന്ന് സങ്കീർത്തനക്കാരൻ നമുക്ക് ബുദ്ധി ഉപദേശം തരുന്നതായി കാണാം. ദൈവത്തെ നമുക്ക് സ്തുതിക്കുവാൻ കഴിയണമെങ്കിൽ നിശ്ചയമായും കപടമില്ലാത്തൊരു ഹൃദയവും കറപറ്റാത്ത കൈകളും ആവശ്യമാണ്. അപ്രകാരമുള്ള ഒരു ഭക്തനായിരുന്നു യഹോശാഫാത്ത്. യഹോശാഫാത്ത് തൻ്റെ പിതാവായ ദാവീദിൻ്റെ ആദ്യത്തെ വഴികളിൽ നടക്കുകയും ബാൽ വിഗ്രഹങ്ങളെ ആശ്രയിക്കാതെ തൻ്റെ പിതാവിൻ്റെ ദൈവത്തെ അന്വേഷിക്കുകയും ഇസ്രയേലിൻ്റെ ആചാരപ്രകാരം നടക്കാതെ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. യഹോവ അവന് രാജ്യത്വം ഉറപ്പിച്ച് കൊടുത്തു. എല്ലാ യഹൂദായും യഹോശാഫാത്തിന് കാഴ്ച കൊണ്ടുവന്നു. അവൻ്റെ ധനവും മാനവും വളരെ ഉണ്ടായി. 2 ദിനവൃത്താന്തം 17 അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. യഹോശാഫാത്തിൻ്റെ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. യഹോശാഫാത്തിൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമായിരുന്നു. യഹോശാഫാത്തിൻ്റെ ന്യായപ്രമാണം അനുസരിക്കുന്നുണ്ടായിരുന്നു. യഹോശാഫാത്തിൻ്റെ കൈ പരിശുദ്ധമായിരുന്നു. എങ്കിലും യഹോശാഫാത്തിനെ പരാജയപ്പെടുത്തുവാൻ ലക്ഷ്യം വെച്ചുകൊണ്ടിതാ 3 രാജാക്കന്മാർ വരുന്നു. മോവാബിരും അമ്മോന്യരും മെയൂന്യരിൽ ചിലരും ആയിരുന്നു.
യഹോശാഫാത്തിനോട് യുദ്ധം ചെയ്യുവാൻ വന്നത് എന്ന് 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. ഇവർ തന്നോട് യുദ്ധം ചെയ്യുവാൻ വരുന്നുവെന്ന വാർത്ത യഹോശാഫാത്ത് കേട്ടപ്പോൾ അവൻ ആയുധം എടുക്കുവാനല്ലായിരുന്നു ശ്രമിച്ചത്. പിന്നെയോ യഹോശാഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് യഹൂദായിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. യഹോവയുടെ സഹായത്തിനായി അവർ ഒന്നിച്ചുകൂടി. യഹോശാഫാത്ത് ജനത്തോട് പറഞ്ഞതെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും എന്നാണ്. തന്നെയുമല്ല, യഹോശാഫാത്ത് യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ച് തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബ്യരുടെയും സെയീർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ 3 രാജ്യങ്ങളിലെയും രാജാക്കന്മാരും സൈന്യവും തോറ്റുപോയി എന്ന് 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 22-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എത്ര ശക്തരായ പടയാളികൾ ഉണ്ടായിരുന്നാലും, അവരുടെ കൈവശം എത്ര ശക്തിയുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നാലും അവർക്ക് യുദ്ധം ജയിക്കുവാൻ കഴിയുകയില്ല. കാരണം യഹോശാഫാത്തിൻ്റെ ദൈവം അവനോട് കൂടെയുണ്ട്. യഹോശാഫാത്തിൻ്റെ സ്തുതികളിൽ മേൽ വസിക്കുവാൻ യഹോവ ഇറങ്ങി വന്നപ്പോൾ അവനെതിരെ അണിനിരന്നിരുന്ന 3 രാജ്യങ്ങളിലെ രാജാക്കന്മാരെയും സൈന്യങ്ങളെയും യഹോവ താറുമാറാക്കി. അത് ആയുധങ്ങളെക്കാൾ ദൈവസ്തുതിക്ക് ശക്തിയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ജീവിതത്തിൻ്റെ ഏറ്റവും പ്രതികൂല നിമിഷങ്ങളിലും നിർമ്മലമായ ഹൃദയത്തോടും വെടിപ്പുള്ള കൈയോടും നാം ദൈവത്തെ സ്തുതിക്കാമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഇരുളും വ്യസനവും നിറഞ്ഞ സാഹചര്യത്തെ കർത്താവായ യേശുക്രിസ്തു മാറ്റിത്തരികയും എന്ത് തീരുമാനമെടുക്കണമെന്ന് നമുക്ക് ബുദ്ധിവിദേശം തരികയും ചെയ്യും. 111-ാം സങ്കീർത്തനം 2-ാം വാക്യം, യഹോവയുടെ പ്രവൃത്തികൾ വലിയവയാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹോവ അഥവാ യേശു ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ ഇന്നുവരെ ഭൂമിയിലുള്ള മറ്റ് ഒരു ശക്തിക്കും ചെയ്യുവാൻ കഴിയാത്ത വലിയ പ്രവൃത്തികളായിരുന്നു. മിസ്രയീമിൽ അടിമകളായിരുന്ന ഇസ്രായേൽ മക്കളെ രക്ഷിക്കുകയും കനാൻ ദേശത്ത് അവർക്ക് ചരടുകൊണ്ടാളുന്ന അവകാശം കൊടുക്കുകയും ചെയ്യുമെന്ന് യഹോവ മോശെ മുഖാന്തരം ഇസ്രായേൽ മക്കളോട് പറഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് അവർ സ്വപ്നം കാണുന്നത് പോലെ തോന്നിപ്പോയി. ആ കാലത്ത് ഭൂമിയിലെ പ്രബല ശക്തിയായിരുന്ന ഫറവോൻ്റെയും സൈന്യത്തിൻ്റെയും കയ്യിൽ നിന്നും രക്ഷിക്കുവാൻ ആർക്കും കഴിയുമായിരുന്നില്ല. മോശെ ഫറവോനോട് യഹോവയുടെ അരുളപ്പാട് അറിയിച്ചപ്പോൾ ഫറവോൻ പറഞ്ഞത്, ഞാൻ നിന്നെയും നിൻ്റെ ദൈവത്തെയും അറിയുകയില്ല എന്നാണെങ്കിൽ. ശക്തമായ ബാധകൾ ദൈവം ഇസ്രായേലിന്റെ ഇടയിൽ വരുത്തിയപ്പോൾ ഫറവോൻ മോശയോട് പറയുകയാണ്, നീയും നിൻ്റെ ദൈവവും നീതിയുള്ളവൻ എന്ന്. കാരണം ഇന്ന് നീ എൻ്റെ ജനത്തെ വിട്ടയച്ചില്ലെങ്കിൽ നാളെ നിൻ്റെ ദേശത്ത് ബാധ വരും എന്നാണ് യഹോവ മോശെ മുഖാന്തരം അരുളി ചെയ്തത്. ഫറവോൻ ജനത്തെ വിട്ടില്ല. അതുകൊണ്ട് പിറ്റേ ദിവസം ദൈവം മിസ്രയീമ്യരുടെ ഇടയിൽ ബാധ അയച്ചു. അതുകൊണ്ടാണ് യഹോവ നീതിയുള്ളവനെന്ന് ഫറവോൻ തന്നെ പറഞ്ഞത്. ഫറവോൻ്റെ മന്ത്രവാദികൾക്ക് മോശയിൽ കൂടി ദൈവം വരുത്തിയ ബാധകൾ മാറ്റുവാൻ കഴിഞ്ഞില്ല. ലോകത്തിലെ ഒരു ശക്തിക്കും ദൈവം ഒരു ബാധ വരുത്തിയാൽ അതിനെ മാറ്റുവാൻ കഴിയുകയില്ല. അതെ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വലിയവയാണ്. ഒടുക്കം ഇസ്രായേലിന്റെ ആദിജാതന്മാരെയെല്ലാം യഹോവ കൊല്ലേണ്ടി വന്നു. അപ്പോൾ മാത്രമാണ് ഫറവോൻ ജനത്തെ വിട്ടയച്ചത്. ഇസ്രായേൽ മക്കൾ യഹോവയുടെ കൽപ്പനയാൽ വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും മിസ്രയീമ്യരോട് ചോദിച്ചു മേടിച്ചു. തൻ്റെ ജനത്തിൻ്റെ നേരെ മിസ്രയീമ്യർക്ക് ദൈവം കരുണ തോന്നുമാറാക്കിയിരുന്നത് മൂലം ജനം ചോദിച്ചതെല്ലാം മിസ്രയീമ്യർ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തു. ചിലരെങ്കിലും ചിന്തിക്കും, ദൈവം ഇങ്ങനെ ചെയ്യിച്ചത് നീതിയായില്ല എന്ന്. എന്നാൽ ഇസ്രായേൽ മക്കളും അവരുടെ പിതാക്കന്മാരും 430 വർഷക്കാലം വേതനമില്ലാതെ മിസ്രയീമിൽ അടിമപ്പണി ചെയ്ത ഇസ്രായേൽ മക്കളുടെ അധ്വാന ഫലം ഒറ്റ രാത്രി കൊണ്ട് ദൈവം മേടിച്ചു കൊടുത്തു എന്ന് നാം മനസ്സിലാക്കുകയാണ്. നമ്മുടെ ഹൃദയം നിർമ്മലവും കൈവെടിപ്പുള്ളതുമാണെങ്കിൽ നമ്മെ ചതിക്കുവാനും നമ്മുടെ നന്മകൾ നശിപ്പിക്കുവാനും ദൈവം സമ്മതിക്കുകയില്ല. നമ്മുടെ നന്മകൾക്കും ദൈവം കാവൽ നിർത്തും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, യുദ്ധ ആയുധങ്ങളെക്കാളും ദൈവഭയമാണ് നല്ലത്. യുദ്ധ ആയുധങ്ങൾ ചിലപ്പോൾ ലക്ഷ്യം തെറ്റും. എന്നാൽ ശത്രുവിൻ്റെ ഹൃദയം നമുക്ക് അനുകൂലമാക്കുവാനും ശത്രുവിനെ നമ്മുടെ പ്രാണ സ്നേഹിതനാക്കുവാനും നമ്മിലുള്ള ദൈവഭയത്തിന് കഴിയും. 111-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ അവൻ തൻ്റെ ജനത്തിന് വീണ്ടെടുപ്പ് അയച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം ഇസ്രായേൽ മക്കൾക്ക് വീണ്ടെടുപ്പ് അയച്ചു. ആ വീണ്ടെടുപ്പിന് മറുവിലയാകേണ്ടി വന്നത് ഒരു വീടിനെ ഒരു ആട്ടിൻകുട്ടി ആയിരുന്നു.
ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദത്ത കനാനിലേക്ക് പോകുവാനായി മിസ്രയീമിൽ നിന്നും ഫറവോൻ ജനത്തെ വിട്ടയക്കുവാൻ മിസ്രയീമിലെ സകല ആദ്യജാതന്മാരെയും സംഹാരകൻ കൊന്നുകളഞ്ഞു. സംഹാരകൻ മിസ്രയീമ്യരുടെ ആദ്യജാതന്മാരെ കൊല്ലുമ്പോൾ ആ കൂട്ടത്തിൽ ഇസ്രായേൽ മക്കളുടെ ആദ്യജാതന്മാർ മരിക്കുമായിരുന്നു. എന്നാൽ ദൈവം ഇസ്രായേൽ മക്കളെ വീണ്ടെടുക്കുവാനായി ആട്ടിൻകുട്ടിയെ അറുത്ത് എല്ലാ ഇസ്രായേൽ മക്കളുടെയും വീടിൻ്റെ കട്ടളക്കാലിൻ്റെയും കുറുമ്പടിയുടെയും മുകളിൽ ആട്ടിൻകുട്ടിയുടെ രക്തം പുരട്ടണമായിരുന്നു. തന്നെയുമല്ല, അറുക്കപ്പെട്ട ആട്ടിൻകുട്ടിയുടെ മാംസം തീയിൽ ചുട്ട് പുളിപ്പില്ലാത്ത അപ്പവും കൂടി തിന്നേണം, കയ്പ് ചിരിയോടുകൂടി തിന്നേണം. 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ആടായിരിക്കണം. സംഹാരകൻ കടന്നു വരുമ്പോൾ ആട്ടിൻകുട്ടിയുടെ രക്തം കാണുമ്പോൾ ആ വീട് വിട്ട് ഒഴിഞ്ഞു പോകും. അപ്രകാരം ഇസ്രായേൽ മക്കൾ ചെയ്തു. ഇസ്രായേൽ മക്കളുടെ കടിഞ്ഞൂലുകൾ ആരും മരിക്കാതെ ദൈവം അവരെ ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടെടുക്കുകയും അവർക്ക് ദൈവം കൊടുത്തിരുന്ന വാഗ്ദത്ത പ്രകാരം കനാൻ ദേശത്ത് അവരെ എത്തിച്ച് ചരടുകൊണ്ട് അളന്ന് ദേശം അവർക്ക് അവകാശമായി കൊടുക്കുകയും ചെയ്തു. എന്നാൽ പുതിയ നിയമ ഇസ്രായേലായ നമുക്ക് വേണ്ടി, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി അറുക്കപ്പെട്ടത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു നമുക്ക് വേണ്ടി നമ്മുടെ പകരക്കാരനായി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത് നമ്മെ അന്ധകാരത്തിൽ നിന്നും സാത്താൻ്റെ അധികാരത്തിൽ നിന്നും നിത്യനരകത്തിൽ നിന്നും രക്ഷിക്കേണ്ടതിനായി നമ്മുടെ പാപവും ശാപവും സ്വന്തം ശിരസിൽ വഹിച്ചുകൊണ്ടായിരുന്നു. നമ്മുടെ അകൃത്യവും പാപവും ശാപവും യേശുവിൻ്റെ മേൽ ചുമത്തി യേശു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ഊനമില്ലാത്ത യേശുവിൻ്റെ രക്തം ക്രൂശിൽ നമുക്ക് വേണ്ടി ചിന്തി പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശനം സാധ്യമാക്കി തന്നു. സ്വർഗമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്ത കനാൻ. നാം കറയും ചുളുക്കവുമില്ലാത്തവരായി യേശുവിൻ്റെ മേഘപ്രത്യക്ഷതയ്ക്കായി കാത്തിരുന്നാൽ നിശ്ചയമായി വരുവാനുള്ളവൻ വരും, നിശ്ചയം താമസിക്കുകയുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമ്മുടെ ആത്മാവ് മരണശേഷം നിത്യനരകത്തിൽ വീഴാതിരിക്കുവാനാണ് യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾ തൻ്റെ ശിരസിൽ വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി മറുവിലയായി തീർന്നത്. നാം ആരും ക്രൂശിക്കപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ശരീരത്തെ കഷ്ടപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. അഥവാ അപ്രകാരം ചെയ്താൽ യാതൊരു പ്രയോജനവുമില്ല. യേശുവിൻ്റെ പാപപരിഹാര ബലിയിൽ നാം വിശ്വസിച്ച്, യേശുവെ ഞാൻ പാപിയാണെന്ന് അംഗീകരിക്കുന്നു, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങ് ക്രൂശിക്കപ്പെട്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, നിൻ്റെ രക്തത്താൽ എന്നെ കഴുകണമേ, ഇനി മുതൽ ഞാൻ പാപം ചെയ്യാതെ ജീവിച്ചു കൊള്ളാം എന്ന് നാം എവിടെ ആയിരിക്കുന്നുവോ അവിടെ ഇരുന്നു കൊണ്ട് യേശുവിനോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ സകല പാപവും യേശു ക്ഷമിച്ചു തരികയും യേശുവിൻ്റെ ആത്മാവിനാൽ നമ്മെ നിറയ്ക്കുകയും ചെയ്യും. നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് സൗജന്യമായാണ് ദൈവം ക്രിസ്തുവിൽ കൂടി നിറവേറ്റിയത്. നാം മറ്റാരുടെയും വാക്ക് കേട്ട് മുഴുലോകത്തേക്കാൾ വിലയുള്ള നമ്മുടെ ആത്മാവിനെ നരകത്തിൽ പോകുവാൻ അനുവദിക്കാതെ ഇന്ന് തന്നെ യേശുവിനോട് പറയൂ. കാരണം നമ്മുടെ വീണ്ടെടുപ്പ് യേശുവിൽ കൂടി ദൈവം നിറവേറ്റിയിരിക്കുന്നു. അത് നാം അംഗീകരിക്കുകയും മാത്രം ചെയ്താൽ മതി. കറയും ചുളുക്കവും ഇല്ലാത്തവരായി പാപം ചെയ്യാതെ ജീവിക്കുകയും യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കുകയും ചെയ്താൽ യേശു ആകാശമേഘത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ യേശുവിനെ എതിരേൽക്കുവാൻ നമുക്കും സാധിക്കും. യഹോവയുടെ പ്രവൃത്തികൾ വലിയവയാണ്. നമ്മെ നിത്യനരകത്തിൽ നിന്നും രക്ഷിച്ച രക്ഷണ്യ പ്രവൃത്തിയാണ് യേശുവിൻ്റെ പ്രവൃത്തികൾ. യേശു ക്രിസ്തുവിൽ കൂടി ദൈവം നമുക്ക് കാൽവരി ക്രൂശിൽ ഒരുക്കിയ ആ വലിയ രക്ഷയിൽ നാം വിശ്വസിച്ചാൽ മുഴു ലോകത്തെക്കാളും വിലയുള്ള നമ്മുടെ ആത്മാവ് നിത്യനരകത്തിൽ നിന്നും രക്ഷപ്പെടുകയും നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശുവിനെ നമ്മുടെ നല്ല സ്നേഹിതനായി നമുക്ക് ലഭിക്കുകയും സകല പ്രതികൂലങ്ങളിൽ നിന്നും യഹോശാഫാത്തിനെ പോലെ നാം രക്ഷ പ്രാപിക്കുകയും ചെയ്യും. ആകയാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് സ്നേഹിക്കുവാൻ നമുക്ക് ഉത്സാഹിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷികളെപ്പോലെ തിളങ്ങുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെയും സഹായിക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ, സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിപ്രകാരം ജീവിക്കുവാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.